ജില്ലയിൽ തന്നെയാണ് രജൌരി അടക്കമുള്ള സെക്ടറുകൾ വരുന്നത്. അങ്ങനെ ആ മേഖലയിൽ പ്രത്യേകിച്ച് ജമ്മു മേഖലയോട് ചേർന്ന് കിടക്കുന്ന നിയന്ത്രണരേഖയിൽ വലിയ തോതിൽ അന്താരാഷ്ട്ര അതിർത്തിയിലും വലിയ തോതിലുള്ള ആക്രമണം ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്ത് നടക്കുന്നെന്നാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിന് പുറമെ ജമ്മു ലക്ഷ്യം വെച്ച്, ശ്രീനഗർ ലക്ഷ്യം വെച്ച്, ഒപ്പം തന്നെ പട്ടാൻകോട്ട് ലക്ഷ്യം വെച്ചും പാകിസ്ഥാൻ മിസൈലുകളും ഡ്രോണുകളും അയക്കുന്നു. അതൊക്കെ തന്നെ തകർക്കാൻ ഇന്ത്യക്ക് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇന്ത്യയുടെ മറുപടി ഇനി എന്തായിരിക്കുമെന്നാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ ഇത്തരത്തിൽ 36 കേന്ദ്രങ്ങൾ ഡ്രോണുകളും മിസൈലുകളും ഒക്കെ തന്നെ ഉപയോഗിച്ച് 36 കേന്ദ്രങ്ങളാണ് പാകിസ്ഥാൻ ലക്ഷ്യം വെച്ചത്. അത് ബാരാമുള്ള മുതൽ ഗുജറാത്തിലെ കച്ച് വരെ നീളുന്ന പ്രദേശങ്ങളാണ്. ഇതൊക്കെ തന്നെ തകർക്കാൻ നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞു. പക്ഷേ ഫിറോസ്പൂരിൽ ഡ്രോൺ പതിച്ച് 3 പേർക്ക് പരിക്കേറ്റുണ്ട്. ആ ദൃശ്യങ്ങളൊക്കെ തന്നെ ഇന്നലെ പുറത്തു വന്നതാണ്. അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ കാര്യമായി ലക്ഷ്യം കാണാനൊന്നും പാകിസ്ഥാന് സാധിച്ചില്ല. അതെല്ലാം തന്നെ ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങൾ തകർക്കുകയായിരുന്നു. ഡ്രോണുകൾ, അതായത് അസീസ് ഗാർഡ്, സോൺഗർ എന്നീ ഡ്രോണുകൾ പാകിസ്ഥാൻ ഉപയോഗിച്ചു എന്നാണ് പ്രാഥമികമായുള്ള നിഗമനമായി ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഫോറൻസിക് പരിശോധനയ്ക്ക് ഈ ഡ്രോണുകൾ കഴിഞ്ഞ ദിവസം വിധേയമാക്കിയപ്പോഴാണ് തുർക്കി നിർമ്മിതമാണ്. നമുക്കറിയാം തുർക്കിയുടെയൊക്കെ പിന്തുണ ആദ്യഘട്ടം മുതൽ ഈ വിഷയത്തിൽ പാകിസ്ഥാന് ഉണ്ട്. മറ്റ് ലോകരാജ്യങ്ങളൊക്കെ ഇന്ത്യക്കൊപ്പം നിൽക്കുമ്പോഴും നിഷ്പക്ഷമായ നിലപാടക്കം പലരും സ്വീകരിക്കുമ്പോഴും തുർക്കിയാണ് ഇവർക്ക് പ്രത്യക്ഷമായ പിന്തുണ നൽകുന്നത്. തുർക്കിയുടെ ആയുധങ്ങൾ വലിയ തോതിൽ പാകിസ്ഥാൻ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള വിവരം കൂടിയുണ്ട്. ഇതിന് പകരമാണ് പാകിസ്ഥാനിലെ 8 നഗരങ്ങളിലേക്ക് ഇന്ത്യ ആക്രമണം നടത്തിയത് എന്ന വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. തന്ത്രപ്രധാനമായ പല സൈനിക കേന്ദ്രങ്ങളും വിമാനത്താവളവും ആക്രമിച്ചു എന്ന് പാകിസ്ഥാൻ പറയുന്നുണ്ട്. പാകിസ്ഥാന്റെ വ്യോമമേഖല പൂർണ്ണമായും അടച്ച സാഹചര്യമാണ് ഏറ്റവും പുതുതായി നൽകാനുള്ളത്. 8 നഗരങ്ങളിലാണ് ഇന്ത്യയുടെ തിരിച്ചടി ഉണ്ടായത്. അത് പ്രധാനപ്പെട്ട നഗരങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും. ഇസ്ലാമാബാദിലടക്കം തിരിച്ചടിച്ചു എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. നേരത്തെ ER പറഞ്ഞതുപോലെ ഇനി ഇന്ത്യയുടെ പ്രകോപനം ലാഹോർ, പെഷവാർ, റാവൽപിണ്ടി, സിയാൽകോട്ട് അടക്കമുള്ള നഗരങ്ങൾ, ഗുജറൻവാല, അട്ടോക്ക് നഗരങ്ങളിലാണ് തിരിച്ചടി ഉണ്ടായതെന്നുള്ള വിവരങ്ങൾ പുറത്തു. രാകേഷ്, നമുക്ക് ഈ 10 മണിക്കുള്ള ഒരു വാർത്താ സമ്മേളനമുണ്ട്. ഇന്നലെ രാത്രി ഉടനീളം യോഗങ്ങളായിരുന്നു. പ്രധാനമന്ത്രിയെ കാണാനായി പ്രതിരോധ മന്ത്രി എത്തുന്നു. നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി അടക്കം പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു. നിർണായകമായ യോഗങ്ങൾ രാത്രി വൈകിയും നടന്നു. കാരണം തിരിച്ചുപോയ പ്രതിരോധ മന്ത്രി വീണ്ടും പ്രധാനമന്ത്രി വസതിയിലേക്ക് മടങ്ങിയെത്തുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അത്രത്തോളം പ്രാധാന്യമുള്ള ചില തീരുമാനങ്ങൾ ഇന്നലെ ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അതല്ലാതെ ഇത്രയധികം നിർണായക യോഗങ്ങൾ നടക്കില്ലല്ലോ. ഇന്ന് 10 മണിക്ക് ഇതുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്നാണ് മനസ്സിലാകുന്നത്. എന്ത് പ്രതീക്ഷിക്കണം? ഒട്ടും പുറകോട്ടില്ലാതെ ആക്രമണം അത് കൂടുതൽ വർദ്ധിപ്പിക്കുക, അത് വളരെ കൃത്യമായ ലക്ഷ്യം കാണുക എന്ന് തന്നെയായിരിക്കും നമ്മുടെ ലക്ഷ്യം. അതിനുള്ള നടപടികളൊക്കെ പൂർത്തിയായി എന്നും കരുതാം. അതരഞ്ജിത്ത്, ഇന്നലത്തെ രാത്രി തന്നെ വിശദമായ കൂടിയാലോചനയൊക്കെ തന്നെ നടന്നിരുന്നു. പ്രത്യേകിച്ച് വിദേശകാര്യമന്ത്രി, പ്രതിരോധ മന്ത്രി തുടങ്ങിയവരൊക്കെ തന്നെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഇന്നും ഉന്നതതല യോഗങ്ങളൊക്കെ തന്നെ ചേരുന്നുണ്ട്. അങ്ങനെ ചർച്ചകൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ സാഹചര്യങ്ങളൊക്കെ തന്നെ അതിസൂക്ഷ്മമായി തന്നെ കേന്ദ്രം വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇന്ത്യ ഈ ഘട്ടത്തിലും ഉറപ്പിക്കുന്ന നിലപാട്, അതായത് വിഷയം കൂടുതൽ വഷളാക്കാൻ ഇല്ല എന്ന് ഇന്ത്യ ഈ ഘട്ടത്തിലും ആവർത്തിക്കുന്നുണ്ട്. പക്ഷേ പാകിസ്ഥാൻ അത്തരത്തിലുള്ള നീക്കമല്ല പാകിസ്ഥാന്റെ ഭാഗത്ത് നടക്കുന്നത്. അവർ വീണ്ടും പ്രകോപനം തുടരുകയാണ്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് പ്രത്യേകിച്ച് സൈനിക താവളങ്ങൾക്കുള്ള ലക്ഷ്യം വെക്കുന്നതിന് പുറമെ ഡൽഹി ലക്ഷ്യമാക്കിയും മിസൈൽ അയക്കുന്ന രീതി. അപ്പോൾ പാകിസ്ഥാന്റെ ഉദ്ദേശം ഏതായാലും ഈ ഘട്ടത്തിൽ വ്യക്തമാണ്. അപ്പോൾ ഇത്തരത്തിൽ പ്രകോപനം തുടരുന്ന സാഹചര്യത്തിൽ ഇന്ത്യയുടെ മറുപടി എന്തായിരിക്കുമെന്നുള്ളത് നിർണായകമാണ്. ഇന്നത്തെ 10 മണിയുടെ വാർത്താ സമ്മേളനത്തിൽ അക്കാര്യങ്ങൾ വിശദീകരിക്കുമോ എന്ന് വ്യക്തമല്ല. എങ്കിൽ പോലും ഇന്നലെ ഉണ്ടായ സാഹചര്യം വിശദീകരിക്കും. അതാണ് നിലവിൽ കഴിഞ്ഞ 3 ദിവസമായി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഒക്കെ തന്നെ വാർത്താ സമ്മേളനങ്ങളുടെ പതിവ് രീതി. ഒപ്പം തന്നെ പാകിസ്ഥാൻ പറയുന്ന വാദങ്ങൾ അല്ലെങ്കിൽ പാകിസ്ഥാൻ പറയുന്ന നുണകളൊക്കെ തന്നെ മറുപടി നൽകുന്ന സാഹചര്യവും നമ്മൾ കണ്ടുപോരുന്നതാണ്. അപ്പോൾ 10 മണിയുടെ വാർത്താ സമ്മേളനം ഏറെ നിർണായകമാണ്. പ്രത്യേകിച്ചും കഴിഞ്ഞ 2 ദിവസത്തെ പോലുള്ള സാഹചര്യമല്ല. അതായത് സൈനിക താവളങ്ങൾ ലക്ഷ്യം വെച്ചൊക്കെ തന്നെ ഡ്രോണുകൾ അടക്കം ഉപയോഗിച്ചിരുന്നെങ്കിൽ പോലും ഇന്നിപ്പോൾ കുറച്ചുകൂടി വ്യാപ്തി വർദ്ധിക്കുന്നു. അതായത് ഡൽഹി അടക്കം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള നീക്കങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്ത് നടക്കുന്നു. വലിയ തോതിലുള്ള കാഷ്വാലിറ്റിയിലേക്ക് പോകുന്നു. കാരണം പാക് പട്ടാളത്തിന്റെ ഭാഗത്ത് നിന്ന് രജൌരിയിലടക്കം ആക്രമണം നടക്കുന്നു. ഇന്നലെ ഡ്രോൺ പഞ്ചാബിലെ പതിക്കുന്ന സാഹചര്യം, പ്രത്യേകിച്ച് അതിർത്തി മേഖലകളിൽ പതിക്കുന്ന സാഹചര്യം, ആളുകൾക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം, അങ്ങനെ ജനവാസ മേഖലകൾ ലക്ഷ്യം വെക്കുന്ന തലത്തിലേക്ക് പാകിസ്ഥാൻ പോകുന്നു. ഇന്ത്യ ആകട്ടെ ഇതുവരെ അത്തരത്തിലുള്ള പ്രതികരണം നടത്തിയിട്ടില്ല. കാരണം ആദ്യം ഇന്ത്യ ആക്രമിച്ചത് ഭീകരതാവളങ്ങളായിരുന്നു. അതിന് പകരം പാകിസ്ഥാൻ സൈനിക താവളം ലക്ഷ്യമിട്ടാണ് എത്തിയത്. തിരിച്ച് ഇന്ത്യയുടെ മറുപടി സൈനിക താവളങ്ങളായിരുന്നു. ഇപ്പോഴും ഇന്ത്യ ലക്ഷ്യം വെക്കുന്നത് സൈനിക താവളങ്ങളാണ്. മറിച്ച്
ജനവാസ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെക്കുന്നില്ല എന്ന് ഇന്ത്യ ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ പാകിസ്ഥാൻ അതല്ല സ്വീകരിക്കുന്നത്. പാകിസ്ഥാൻ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തുന്നു, അത് വ്യോമമാർഗം ആക്രമണം നടത്തുന്നു, പാക് പട്ടാളം ഷെല്ലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തുന്നു. അങ്ങനെ വലിയ തോതിൽ പ്രകോപനം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ മറുപടി എന്തായിരിക്കുമെന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. 10 മണിയുടെ വാർത്താ സമ്മേളനം ആ നിലയ്ക്ക് ഏറെ നിർണായകമാണ്. അതിനു മുൻപ് ഏതായാലും നിർണായക കൂടിക്കാഴ്ചകൾ ഡൽഹിയിൽ നടക്കും. പ്രതിരോധ മന്ത്രി നിർണായക കൂടിക്കാഴ്ചകൾ നടത്തുന്നുണ്ട്. പ്രധാനമന്ത്രി അധ്യക്ഷയിലും ഈ നിർണായക യോഗങ്ങൾ ഏതായാലും ഡൽഹിയിൽ ചേർന്നിട്ടുണ്ട്. ഇന്നും സാഹചര്യം പ്രധാനമന്ത്രിയുടെ ഓഫീസ് വിലയിരുത്തും. രഞ്ജിത്ത്, ബുരിയാൻ ഉൽ മസൂർ എന്നാണ് ഇന്ത്യക്കെതിരെയുള്ള സൈനിക നീക്കത്തിന് പാകിസ്ഥാൻ പേരിട്ടിരിക്കുന്നത്. അവർ അത്തരത്തിൽ പോരാട്ടം തുടങ്ങി, ഇന്ത്യക്കെതിരെ യുദ്ധം തുടങ്ങിയെന്നും പ്രഖ്യാപിച്ച സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ അതൊന്നും അവരുടെ പ്രഖ്യാപനത്തിൽ മാത്രം അത് ഒതുങ്ങുകയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ബുരിയാൻ ഉൽ മസൂർ എന്നുള്ളത് അവർ ഇട്ടിരിക്കുന്ന പേരാണ്. തകർക്കാനാകാത്ത മതിൽ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അത്തരത്തിൽ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾക്ക് മറുപടിയായി നമ്മൾ 4 പാക് വ്യോമത്താവളങ്ങളിൽ ഇന്ത്യ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ നീക്കം നടത്തുന്നത്. ഏതായാലും ഇന്ത്യൻ സൈന്യം വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. 10 മണിക്ക് കൂടുതൽ വിശദാംശങ്ങൾ അതിൽ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. എന്താണ് ഇന്നലെ സംഭവിച്ചത്, ഇനിയുള്ള പ്ലാനുകൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഒരു വിശദീകരണം ഒരു പക്ഷേ വളരെ കൃത്യമായി തന്നെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഓരോ ദിവസവും ജനത്തോട്, ഇന്ത്യയുടെ പൗരന്മാരോട് സൈന്യം വിശദീകരിക്കുന്നത്. സത്യസന്ധമായി അത്തരം കാര്യങ്ങൾ ജനത്തെ അറിയിക്കുക എന്ന വലിയൊരു ബാധ്യത കൃത്യമായി തന്നെ നിറവേറ്റുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ സൈന്യം എന്നതും പ്രധാനപ്പെട്ട ഒന്നാണ്. പാകിസ്ഥാനിലെ റാവൽപിണ്ടിയിലുള്ള നൂർ ഖാൻ, ചക്കുവാലിലെ മോറിദ്, ജാങ്ങിലെ റഫീഖി വ്യോമത്താവളങ്ങളിലാണ് ആക്രമണമുണ്ടായെന്ന് പാകിസ്ഥാൻ സൈന്യം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. തുടർന്ന് പാകിസ്ഥാന്റെ വ്യോമപാത പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇസ്ലാമാബാദിൽ നിന്ന് വെറും 10 കിലോമീറ്റർ താഴെ മാത്രം അകലെയാണ് നൂർഖാൻ വ്യോമത്താവളം എന്നുള്ളതാണ് ഏറ്റവും. ജനറൽ ശ്രീ ജേക്കബ് തരകൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. നമസ്കാരം സാർ. ഇതിപ്പോൾ ബുരിയാനുൽ മസൂർ എന്നുള്ളതാണ് പാകിസ്ഥാന്റെ തകർക്കാനാകാത്ത മതിലെന്നാണ് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെയുള്ള സൈനിക ആക്രമണത്തെ, ഇന്ത്യക്കെതിരെയുള്ള ആക്രമണത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ അതൊന്നും ലക്ഷ്യം കാണുന്നില്ല. എന്തായിരിക്കും അവരുടെ ഉദ്ദേശം? എവിടെ വരെ പോകാൻ അവർക്ക് സാധിക്കും? നമസ്കാരം, താങ്കളിലൂടെ നമസ്കാരം കേൾക്കുന്ന ശ്രോതാക്കൾക്കും എല്ലാവർക്കും. പാകിസ്ഥാൻ ഏതറ്റം വരെ പോകും എന്നുള്ളത് നമ്മൾക്ക് ഇപ്പോൾ ഒന്നും പറയാനൊക്കത്തില്ല. നമ്മൾ ഇന്ത്യ ഓരോ പ്രാവശ്യവും അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിക്കുള്ള മറുപടിയാണ് ഞങ്ങൾ തരുന്നതെന്നും ഇതിനുശേഷം നിങ്ങൾ പ്രതികരിച്ചില്ലെങ്കിൽ അത് നമുക്ക് ഡീ എസ്കലേറ്റ് ചെയ്യാമെന്നും ഇന്ത്യ എപ്പോഴും പറയുന്നുണ്ട്. പക്ഷേ പാകിസ്ഥാന്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് പാകിസ്ഥാന് തന്നെ അറിയാമോ എന്നെനിക്ക് ഒരുപക്ഷെ അറിയില്ല. ഇത് എസ്കലേഷൻ ലാഡറിൽ ഓരോരുത്തരും ദിവസവും ഒരു പടിപടിയായിട്ട് മുന്നോട്ട് പോവുകയാണ്. എക്കണോമിക്